ഇറ്റലിയിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് പാസ്തയും പിസ്സയും എല്ലാം ആയിരിക്കും അല്ലേ. ഇറ്റലിക്ക് ഫ്ലൈറ്റ് കയറിയപ്പോൾ എൻ്റെ മനസ്സ് ഫുള്ളും ഇതെല്ലാം കഴിക്കണമെന്നായിരുന്നു. പക്ഷെ വന്നിട്ട് ആദ്യത്തെ 3 മാസത്തിൽ ഞാൻ ഒതൻറ്റിക് പിസ്സ എവിടെ നിന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കൂടുതലും കഴിച്ചത് ഫ്രോസൺ പിസ്സാസ് ആയിരുന്നു കേട്ടോ. പാസ്തയും പിസ്സയും പോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മളുടെ ഡയറി പ്രൊഡക്റ്റ് ആയിട്ടുള്ള ചീസ്. നമ്മുടെ ഇന്ത്യയിലുള്ള ഭൂരിഭാഗം പേരും ലാക്ടോസ് ഇൻടോളറൻ്റ് ആണെന്നുള്ളത് ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. ഈ അടുത്തായിട്ട് ബൂംബാങ് ചാട്ടിൻ്റെ വീഡിയോയിൽ ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇത്രയും വർഷം ഇന്ത്യയിൽ 2 നേരം പാൽ ചായ കുടിച്ച് വളർന്ന എനിക്ക് ഇറ്റലിയിൽ എത്തേണ്ടി വന്നു ഈ ലാക്ടോസ് ഇൻടോളറൻ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ചീസ് പ്രോഡക്റ്റ് എല്ലാം കഴിച്ച് കഴിയുമ്പോൾ എനിക്കൊരു ബ്ലോട്ടിംഗ് ആണെങ്കിലും വയറിനൊരു ബുദ്ധിമുട്ടെല്ലാം തോന്നാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ മേടിച്ച ആ പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ പ്രശ്നം എന്നാണ്. പക്ഷെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് മൊത്തത്തിൽ എനിക്ക് മിൽക്ക് ഡൈജസ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എൻ്റെ ബോഡിക്ക് ഉണ്ടെന്നുള്ളത്. പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇറ്റാലിയൻ ഫുഡ് കണ്ടാൽ ഞാൻ അപ്പോൾ ഇവിടെ ഫ്ലാറ്റ് ആവും കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ എല്ലാ ഫുഡ് ഐറ്റംസും. അപ്പോൾ ഇതൊന്ന് പറയണമെന്ന് തോന്നി, അത്രയേ ഉള്ളൂ കേട്ടോ.